ചുരുക്കത്തിലുള്ള ഒരവസാന വിചിന്തനം. സഹോദര സഹോദരി, എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് എത്തിയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ചുള്ള ഒരു നല്ല കുമ്പസാരം നടത്തിയിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയോ? ഈ നിമിഷത്തിൽ തന്നെ നമ്മുടെ കർത്താവ് നിന്നെ വിളിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ദൈവകാര്യങ്ങൾക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ ആത്മാർത്ഥമായി സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നത് യഥാർത്ഥമായ തീവ്രതയോടെയാണോ? അതോ ഒരു പതിവ് പരിപാടിക്ക് ഹാജരാകുന്ന രീതിയിൽ ഒരു ഭാഗിക ക്രിസ്ത്യാനിയുടെ സുഖകരമായ അലസ മനോഭാവത്തോടെയാണോ? എത്ര ആത്മാക്കളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളോട് തന്നെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ തിരുമുമ്പിൽ മാത്രം പാപമേറ്റ് പറഞ്ഞാൽ മതി, അതല്ലാതെ ഒരു വൈദികൻ്റെ മുമ്പിൽ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ചിലരെ പോലെയല്ലാതെ വിശുദ്ധ കുർബാന കൈക്കൊള്ളുമ്പോൾ എല്ലാം എപ്പോഴും ദൈവകൃപയിലായിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൂദാശകളിൽ നിന്നും നിങ്ങൾ നേടിയ സഹായം എന്നെങ്കിലും തീർച്ചയായും സംഭവിക്കുവാൻ പോകുന്ന നിങ്ങളുടെ മരണനേരത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഇത് വായിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ വേർപാടിൻ്റെ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും ഒരു ആഘോഷമായിരിക്കും നടക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്നത് ഭയമായിരിക്കില്ല, പ്രത്യുത സന്തോഷവും സ്നേഹവുമായിരിക്കും. നമുക്കെല്ലാം ആവശ്യമായിരിക്കുന്ന പാപമോചനത്തിനും കൃപയ്ക്കും വേണ്ടി നമ്മുടെ ഹൃദയ കവാടങ്ങൾ നമുക്ക് തുറന്നിടാം. ഇന്നു മുതൽ ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാനായി നമുക്ക് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സഹായം അപേക്ഷിക്കാം. ഈശോയുടെ കരുണ നിറഞ്ഞ സ്നേഹത്തിൽ ഇത് നിങ്ങൾക്കായി ഞാൻ ആഗ്രഹിക്കുന്നു. മരണം ജീവിതത്തിന് ഒരു വിഘ്നമല്ല, നിത്യജീവിതത്തിലേക്കുള്ള ഒരു ജനനമാണ് എന്ന് ദൈവത്തോട് ചേർന്നിരിക്കുകയോ അല്ലെങ്കിൽ നിത്യമായി ദൈവത്തിൽ നിന്നും അകന്നിരിക്കുകയോ ചെയ്യുന്ന പരിണിത ഫലത്തിലേക്ക് നയിക്കുന്ന ആത്മാവിൻ്റെ വിധിയെ നിയമനിഷേധനത്തിലൂടെ വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെയാണ് മനുഷ്യൻ നേരിടുന്നത്. നാം എല്ലാവരും തീർച്ചയായും ഒരിക്കൽ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. അതോടെ നമ്മുടെ വിധി അവസാനമായി നിർണയിക്കപ്പെടുന്നു. വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ, നിങ്ങളെല്ലാവരുടെയും ഉത്സവ സമയത്ത് തന്നെ നിങ്ങളുടെ അസ്തിത്വത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന വസ്തുതയാണിത്. ഇതെഴുതിയിരിക്കുന്ന ആൾ ജീവിച്ച ചില അനുഭവങ്ങളുടെ പങ്കുവയ്ക്കലിലൂടെ എല്ലാ മനുഷ്യരും നടത്താൻ വിധിക്കപ്പെട്ടിരിക്കുന്ന അനിവാര്യമായ യാത്രയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുവാനും അത് മറ്റുള്ളവർക്ക് കൈമാറുവാനുമായിട്ടാണ് ഈ ചെറു പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ പ്രത്യാശ തിരിച്ചു നൽകുന്ന സമാധാനം ദൈവത്തിൽ കണ്ടെത്തുവാൻ ഇതൊരു യഥാർത്ഥ സഹായിയായിരിക്കും. ജീവിതപാതയുടെ അവസാനം നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമത്വവും പ്രാധാന്യവും നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ വിജയം അഥവാ പരാജയം അളക്കപ്പെടുന്നത് ദൈവവുമായുള്ള നമ്മുടെ അടുപ്പമാണ്, അല്ലെങ്കിൽ അകൽച്ചയാണ്. നിങ്ങൾ പങ്കെടുക്കുന്ന എല്ലാ കുർബാനകളും ആർക്കെങ്കിലും വേണ്ടി കാഴ്ചവെക്കാൻ ഓർമ്മിക്കുക. കാറ്റലീന, ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൻ്റെ ആത്മായ മിഷണറി.